ഹായ് ഓൾ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ ആദ്യ ദിവസം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവിടെ ചോറും അപ്പമൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ. മക്കൾക്ക് പിന്നെ നോമ്പും കാര്യം ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മളെന്തായാലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ദോശമാവിൻ്റെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു ഇഡ്ഡലി അല്ല എന്നാൽ ഓട്ടടി അല്ല എന്നുള്ളൊരു ടൈപ്പിലുള്ള അപ്പമാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അതിലേക്ക് സാമ്പാറൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണത്. പിന്നെ ഇന്ന് സ്കൂളൊന്നും മോനക്കില്ല, അതുകൊണ്ട് തന്നെ ഒരു എണീക്കാനൊക്കെ ലേറ്റായിട്ടുണ്ട്. ഈ മാവ് എന്താ വെച്ചാൽ പിന്നെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു സമാധാനമാണ്, പെട്ടെന്ന് റെഡിയാക്കാമല്ലോ, അങ്ങനൊരു ഇതാണ്. പിന്നെ മക്കളൊക്കെ എണീറ്റ് ഒരു ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാളും ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊരിച്ച് പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ 2 ദിവസമൊക്കെ ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത്താഴത്തിനൊന്ന് എണീറ്റിട്ട് അപ്പം ഉണ്ടാക്കണ്ടല്ലോ. വിചാരിച്ച് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കി. പിന്നെ ഇതാ മക്കൾസ് ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് മത്ത ഉണ്ടായിരുന്നു, അപ്പോൾ ചക്കര മത്ത ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതും ചെയ്തു. പിന്നെ ഇതാ ക്യാബേജും ക്യാരറ്റും വെച്ച് ഒരു തോരൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ 2 പെൺകുട്ടികൾക്കുള്ള ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടക്കര അക്ഷയയിലൊക്കെ പോയിട്ടാണ് ഞാൻ എക്കിയും കൂടിയിട്ട്. മക്കൾസിന് ആധാറില്ലായിരുന്നു. മൂത്താൾക്ക് കുറേ എടുത്തതാണ്, പക്ഷെ എന്തായിട്ടുണ്ട് ശരിയാവുന്നില്ല. അപ്പം അവൾക്ക് ആധാറിന് കൊടുക്കാൻ വിചാരിച്ചിട്ട് പോയി. അപ്പോൾ മറ്റാൾക്കും കൊടുത്തു. അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ കഴിഞ്ഞ് വന്ന് അവിടെ തന്നെ പകുതി മുക്കാൽ ടൈമും പോയി. അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കവുങ്ങ് തെങ്ങ് ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് നമ്മളെ മുസ്ലിയാരങ്ങാടി ഇടക്കരയുള്ള കടയിലേക്ക്, അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇക്കാട് പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ അങ്ങ് സോപ്പിട്ട് വാങ്ങിപ്പിച്ചു. അങ്ങനെ അതൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടാ ഒരു 10 കവുങ്ങും തൈയും തെങ്ങും തൈയും ഒക്കെ വാങ്ങിച്ച്. പിന്നെ കുറേ നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു എന്താ പറയുക, ചെടിയോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നോമ്പറക്കാനാകുമ്പോഴത്തേക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അങ്ങനെ നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ബീഫായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇക്കന്നെ ഉണ്ടാക്കി തന്നിട്ടോ. പിന്നെ കുട്ടിയൊക്കെ കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ ചൂടാക്കി കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമാണ് ഈത്തപ്പഴം പൊരിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് കാരൊക്കെ ഉണ്ട്, അത് നമുക്ക് നോമ്പറക്കുമ്പോൾ എടുക്കാനാണ്. പിന്നെ ഇതാ ബിരിയാണീൻ്റെ മസാല ഒക്കെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ പോയിട്ട് കുറച്ച് ചാമ്പക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. പിന്നെ ചക്കരച്ചേമ്പും പറിച്ചിരുന്നു, അപ്പോൾ അതും പുഴുങ്ങാൻ വിചാരിച്ച്. ഫ്രൂട്ട്സൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് വേറെ പൊരിക്കടികളും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കന്നെ ഉണ്ടോ ബിരിയാണി ഉണ്ടാക്കിയതും പൊരിക്കടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. ഒരു കട്ട്ലേറ്റും തട്ടിക്കൂട്ടി ഞാൻ സെറ്റാക്കി. ആദ്യത്തെ നോമ്പുതുറല്ലേ, അപ്പം ഒന്നും കണ്ട് കുറക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, ഇക്ക ജൽജീര അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു വെച്ചിട്ട് ഒരു വെള്ളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, സോഡ ഒക്കെ ഒഴിച്ചിട്ട്. ബാങ്ക് കൊടുത്ത് ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് നോമ്പൊക്കെ തുറക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സമൂസ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലതും. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്തും എല്ലാം കൈയിട്ട് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ചായയോടെ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ബിരിയാണി പിന്നെ അതോടൊപ്പം കട്ടൻ ചായയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇക്കയുടെ ഫ്രണ്ട് വന്നപ്പം എന്തോ ഒരു സാൻഡ്വിച്ച്, പേര് ശരിക്കും അറിയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇടക്കര പോയി മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മോനക്കൊരു പൂതി ഹണി ചിക്കൻ കഴിക്കണം പറഞ്ഞു. അപ്പോൾ അവന് കുറേ ആയി ഇപ്പച്ചി വന്നിട്ട് വേണം അത് തിന്നാൻ വിചാരിച്ച് നിൽക്കുന്നു. അങ്ങനെ അവൻ്റെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ ഹണി ചിക്കനും അതിൻ്റെ കൂടെ നമ്മൾ മന്തി ഓർഡർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവനെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ പാത്തു ഇതാ അവൻ്റെ കളി കണ്ടിട്ട് നോക്കി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ആക്കി ഏകദേശം 10-20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ആക്കണമല്ലോ. ആ ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. മക്കൾക്ക് നല്ല കളിയിലായിരുന്നു എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡൊക്കെ. പിന്നെ ഇതാ വെയിറ്റ് ചെയ്ത് ആകെ കുഴങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം.
കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരിച്ച ഐറ്റം നമ്മളെ മുന്നിലേക്ക് എത്താറായിട്ടുണ്ട്. പിന്നെ ഏകദേശം 10-20 മിനിറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഓർഡർ ആക്കിയിട്ടുള്ള സാധനം എത്തിയിട്ടുണ്ട്. ഹണി ചിക്കനും മന്തിയും. ഹണി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയുക, മധുരവും എരിവും കൂടി മിക്സ് ആയതാണ്. പക്ഷേ ഒന്നുകൂടെ നല്ല സ്പൈസി ആയിട്ടാണ്. കുട്ടികൾക്കൊന്നും വല്ലാണ്ടൊന്നും കഴിക്കാൻ കഴിയില്ല, അത്രയും സ്പൈസി ഉണ്ട് അതിൽ. അങ്ങനെ നമ്മൾ മക്കൾസൊക്കെ ചെറിയ പീസ് തന്നെ കേട്ടോ ഓർഡർ ആക്കിയത്. അവരാണെങ്കിലും അവരുടെ പൂതിയാണെങ്കിലും കഴിച്ചത് മൊത്തം ഞങ്ങളായിരുന്നു. പിന്നെ ഏകദേശം എല്ലാവരും പാത്രമൊക്കെ കാലിയാക്കി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പള്ളൊക്കെ നിറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് യാത്രയായി. നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ കിടക്കുമ്പോഴുള്ള കാഴ്ച കേട്ടത് മക്കൾസിൻ്റെ ഓരോരോ പണികളാണിതൊക്കെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.